നമസ്കാരം, RVSന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുവാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്ത് പറഞ്ഞു? വെക്റ്റർ സ്പേസ് എന്താണെന്ന് പറഞ്ഞു, വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ R² R⁻n ഒക്കെ എന്താ വെക്റ്റർ സ്പേസ് ആണോ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയെന്ന് അറിയാം, കാരണം ആ രണ്ടും ഒന്നിച്ച് തന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഹോംവർക്കായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് R³ വെക്റ്റർ സ്പേസ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ. കാരണം നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്ത് എക്സസൈസ് ക്വസ്റ്റ്യനിൽ ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്കത് എക്സാമിന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസിന് തന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ചെയ്യണം. വർക്കൗട്ട് ക്വസ്റ്റ്യൻ അല്ല, അല്ലാത്ത ക്വസ്റ്റ്യനെ. ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒരു കാര്യം പറയുവാണ്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. നമുക്ക് കമ്പ്യൂട്ടർ സയൻസുകാരുടെ കോഴ്സ് എന്ന് പറയുന്നത് പെയ്ഡ് ക്ലാസ്സസ് ആണ്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഇട്ട് കഴിഞ്ഞതാണ്. അപ്പം സെക്കൻഡ് മോഡ്യൂളിലെ 2-3 വീഡിയോ ഞാൻ സാമ്പിളായിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യുക. എൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ വരുമ്പോഴേക്കും നിങ്ങൾ നോക്കി നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ നെയിം നോക്കി കണ്ടുപിടിക്കണം. GYMAT 201 മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ, മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് 2 ആ സബ്ജക്റ്റ് തന്നെ ചൂസ് ചെയ്തെടുക്കുക. കാരണം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 2019 സ്കീമുകളുടെ പേപ്പർ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്കൊന്നും ഓടി പോകരുത്. 2024 സ്കീമുകളുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ ഇടുമ്പം അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലിടും. അപ്പോൾ നിങ്ങളൊന്ന് കൺഫേം ആക്കണം ഇത് നമ്മുടെ 2024 സ്കീമിൻ്റെ ആണോ എന്ന്. ആ കോഴ്സ് ഒന്ന് ജോയിൻ ചെയ്യാം. ചെറിയ ഫീസാണ്, വലിയ എമൗണ്ട് അല്ല. അപ്പം മറ്റുള്ള കുഞ്ഞുങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനിതിങ്ങനെ പെയ്ഡ് ക്ലാസ്സസ് ആക്കുന്നത് കൊണ്ട്. എപ്പോഴും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു കോഴ്സാണ്. ഞാൻ ഫീസ് വാങ്ങിച്ച് ആകെ പഠിപ്പിക്കുന്നതല്ല, ബാക്കിയെല്ലാം ഫ്രീ ആയിട്ടാണ് ഇടാറ്. സോ എന്നാൽ വീണ്ടും ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് V = സെറ്റ് X, X such that X belongs to R എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? ഇവിടെ സെറ്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് R² എന്നങ്ങ് വെറുതെ പറയുക ചെയ്തത്. ഈ X, X എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താവും ഞങ്ങളെ? X, X എന്നുള്ള രീതിയിലാണ് V എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പം അതെങ്ങനത്തെ ആയിരിക്കാം? ഈ X എന്ന് പറയുന്ന R ആണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ 0,0 1, 1 2, 2 3/2, 3/2 അതുപോലെ 1/2, 1/2 7/3, 7/3 ഇങ്ങനത്തെ വാല്യൂസ് മാത്രം. കാരണം ഫസ്റ്റ് എന്ത് വാല്യൂ ആണോ വരുന്നത് അത് തന്നെ ആയിരിക്കും രണ്ടാമതും വരുന്നത്. അതാണ് ആ സെറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും സെറ്റ് ആദ്യം എഴുതുമെന്നാണ് പറഞ്ഞത്. ഇവിടെ സെറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെ തുടങ്ങണം? നമുക്ക് ആവശ്യമുള്ള വെക്റ്റർ എടുത്ത് തുടങ്ങാം. നമുക്ക് എപ്പോഴും 3 വെക്റ്റർ വേണം അല്ലേ? ലെറ്റ് U, V, W. നമ്മൾ ഇവിടെ സെറ്റ് വെക്റ്റേഴ്സ് ആയിട്ട് എടുക്കേണ്ടത് U, V, W ബിലോങ്സ് ടു ക്യാപിറ്റൽ V. ഈ ക്യാപിറ്റൽ V ക്കകത്തുള്ളതാണ്. ആൻഡ് ആൽഫ, ബീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ R. റിയൽ നമ്പേഴ്സ് ആണെന്ന് എടുത്തു. ഇനി യുവും ബി ഒക്കെ എങ്ങനെ ഇരിക്കും? U എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ X, X എന്നുള്ള ഫോം. V എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ Y, Y എന്നുള്ള ഫോം. കാരണം ഫസ്റ്റ് എലിമെൻറ്റിന് രണ്ടാമതും വരണം, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. W എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? Z, Z. ഇതിങ്ങനെ തന്നെ എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. A എന്നോ B, B എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണേ. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളെ? ഇനി എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഇത് തനിയെ നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തോന്നും എന്തോ തിയറി പാർട്ട് ചെയ്യുന്ന പോലെ. നമ്മൾ തനിച്ച് ഓരോ ഫോമിൽ മനസ്സിലാലോചിച്ച് എത്രത്തോളം നിങ്ങൾ തനിയെ ഇത് ചെയ്യുമോ അത്രയും പ്രാക്ടീസ് ആകുമ്പോൾ മാത്രമേ ക്വസ്റ്റ്യൻ ഏത് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷനിലുള്ള കാര്യം ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് U + V. U + V എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? X, X + Y, Y. ദറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ എലമെൻറ്റ് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ X + Y, രണ്ടാമത്തെ എലമെൻറ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാലും X + Y. ഫസ്റ്റ് വന്ന എലമെൻറ്റിന് രണ്ടാമതും കിടക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇത് വിയുടെ എലമെൻ്റ് ആണ്. സോ ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് നോക്കാം. α.U എന്ന് പറയുന്നത് ഇവിടുത്തെ U എന്ന് പറയുന്നത് X, X. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ α(x, α(x). ചില കുഞ്ഞുങ്ങൾ ഓർമ്മിക്കാതെ α.x എന്ന് എഴുതും. അങ്ങനെ എഴുതരുത്, ഡോട്ട് അകത്തേക്ക് പോകുമ്പം വേണ്ട. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് വന്ന എലമെൻറ്റ് α(x), രണ്ടാമത് വന്നത് α(x). സോ ഇതും എന്തിലെ എലമെൻ്റാണ്? വിയുടെ എലമെൻ്റാണ്. ദെയർഫോർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡിഷൻ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ആൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. സോ ഞാനിവിടെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യുകയാണേ.
എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലും നമുക്ക് ആ എലമെൻറ്റിനെ തന്നെ കിട്ടണം. സോ യുവിൻ്റെ കൂടെ 0 എന്നാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നോർമലി എന്നാണ് ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കിൽ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. എന്ന് പറഞ്ഞെടുത്തിട്ട് 0 അല്ലാതെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട് കുഞ്ഞുങ്ങളെ. എപ്പോഴും 0 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരിക എന്ന് നിങ്ങളാരും ചിന്തിക്കരുത്. അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്ത് കാണാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. u+0 = u എന്ന് പറയുന്നത് x, പ്ലസ് 0 എന്ന് പറയുന്നത് 0,0. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വി എന്ന് പറയുന്ന എലമെൻറ്റിനകത്ത് സെറ്റിനകത്ത് വരുന്നതാണ് 0,0. ആദ്യത്തെ എലമെൻറ്റ് എന്താണോ അത് തന്നെ രണ്ടാമതും വരണം. അതാണ് ആ സെറ്റിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പം x, x+0,0 ആഡ് ചെയ്യുമ്പം x+0x തന്നെ x+0x. ഓക്കെ, എന്ത് തന്നെ കിട്ടി? നമുക്ക് u തന്നെ കിട്ടി. സോ u+0 = u എന്ന് പറയുമ്പം എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ നോക്കുകയാണെങ്കിൽ 1 × u = u കിട്ടുമോ നോക്കണം. സോ 1 × u എന്ന് പറഞ്ഞാൽ x, x ആണ്. 1 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് തന്നെ കിട്ടും? x, x എന്ന് തന്നെ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു u. അപ്പോൾ 1 × u = u എന്ന് കിട്ടിയത് കാരണം എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി അണ്ടർ അഡിഷനും മൾട്ടിപ്ലിക്കേഷനിനകത്തും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 4 പ്രോപ്പർട്ടി. ഞാൻ അടുത്ത് ഇൻവേഴ്സ് കൂടെ ചെക്ക് ചെയ്തിട്ട് പോവാണേ. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് അതാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ചെയ്യാറല്ലേ. ഞാൻ ഇൻവേഴ്സ് ഇവിടെ തന്നെ അങ്ങ് പറഞ്ഞിട്ട് പോകണം. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് നോക്കുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന -u+u അല്ലേ. -u+u = നമുക്ക് u എന്ന് പറയുന്നത് x, x എന്നറിയാം. അതിൻ്റെ മൈനസ് ഇടുക എന്ന് പറഞ്ഞാൽ -x, -x ആഡ് ചെയ്യുമ്പോൾ എന്തിനെ കിട്ടുന്നുണ്ട്? 0,0 തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ -x, -x v എന്ന് പറയുന്ന സെറ്റിനകത്ത് വരും. തീർച്ചയായിട്ടും വരും. 1,1 പോലെ -1,1 -2, -2 -3/2, -3. കാരണം x എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. അത് ഫ്രാക്ഷനോ നെഗറ്റീവോ എന്ന് വേണമെങ്കിലും ആവാം. ഓക്കെ, ഓൺലി കോംപ്ലക്സ് നമ്പർ ആവത്തില്ല എന്നേ ഉള്ളൂ. പ്രത്യേകത എന്താണ്? ഫസ്റ്റ് വരുന്ന എലമെൻറ്റ് തന്നെ സെക്കൻഡും വരണം. അങ്ങനത്തെ എലമെൻറ്റ്സ് മാത്രമുള്ള ഒരു സെറ്റാണ് നമ്മളിവിടെ v ആയിട്ട് എടുത്തേക്കുന്നത്. അതൊരു വെക്റ്റർ സ്പേസ് ആണോ ഇല്ലെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 0,0 എന്ന് തന്നെ കിട്ടി. therefore -x, x എന്ന് പറയുന്നത് വിക്കകത്തുള്ള എലമെൻറ്റും തന്നെയാണ്. അത് നമുക്ക് എന്താ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. നമുക്കിവിടെ വെച്ച് എൻ്റെ കൂടെ 6 കമ്മ്യൂട്ടേറ്റീവ് ചെക്ക് ചെയ്തിട്ട് അസോസിയേറ്റീവിലോട്ട് പോകും. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത് എന്തായാലും കമ്മ്യൂട്ടേറ്റീവ് വരും. കാരണം a + b = b + a ആണല്ലോ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. u+v നമ്മളിതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. u+v എന്തുവാണ്? x + y, x + y. എക്സും y എന്നൊക്കെ പറയുന്നത് റിയൽ നമ്പറാണ്. 1, 2, 3 എന്നൊക്കെ പറയുമ്പോൾ റിയൽ നമ്പറാണ്. 1 + 3 എന്ന് പറയുന്നതും 3 + 1 എന്ന് പറയുന്നതും സെയിം ആണെന്ന് നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് x + y പകരം നമുക്ക് y + x എന്ന് പറഞ്ഞാലും നമ്മൾ ആരും വഴക്ക് പറയത്തില്ല. എന്താ കാര്യമൊന്നും ചോദിക്കില്ല. കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ പറയുന്ന ആൻസർ എന്താണ്? x, y റിയൽ നമ്പറാണ്. റിയൽ നമ്പറിൽ 2 + y തന്നെയാണ് 5 + 2. സോ നമുക്ക് x + y y + x എന്ന് എഴുതാം. സോ ദിസ് ഈക്വൽ ടു y + x എന്ന് കണ്ടുകൊണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്യാം? അത് v + u എന്ന്. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. y, + x, x എന്ന് എഴുതി സമയം കളയേണ്ട കാര്യമില്ല. സോ കമ്മ്യൂട്ടേറ്റീവ് ലോയും കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ നിങ്ങൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാക്കറ്റ് എങ്ങനെ വന്നാലും മാറ്റിയാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെയാണ് അത് ഓർത്ത് വെച്ചേക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഫോമിലായിട്ട് ഓർത്ത് വയ്ക്കാൻ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണ്? u + v + w = u എന്ന് പറഞ്ഞാൽ എന്താ? x, x പ്ലസ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുവാണ്? ബ്രാക്കറ്റിനകത്ത് v + w ചെയ്യണം. v + w എന്ന് പറയുമ്പോൾ y, y + z, z ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു x, x പ്ലസ് ബ്രാക്കറ്റിനകത്ത് നോക്കിക്കേ ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പം y + z ഫസ്റ്റ് എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റും y + z. അപ്പോൾ ഇത് വിയിലെ എലമെൻറ്റ് തന്നെയാണ്. കാരണം ഇവിടെ എന്ത് എലമെൻറ്റ് വരുന്നോ അതേ ഓർഡേഡ് പെയർ ആയിട്ട് രണ്ടാമതും വരാൻ പാടുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് ഓർഡേഡ് പെയർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ബ്രാക്കറ്റിനകത്ത് x + y + z എന്ന് പറഞ്ഞ ഒന്നിച്ചൊരു ബ്രാക്കറ്റ് അല്ലേ, അടുത്ത് വീണ്ടും x + y + z എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്രാക്കറ്റ്. ഓക്കെ, നമുക്ക് ഇത് റിയൽ നമ്പറാണ് x, y, z. അപ്പോൾ നമുക്കറിയാം 2 + 5 + 3 5 + 3 ചെയ്തിട്ടല്ലേ 2 ആഡ് ചെയ്യണതും 2 + 3 ചെയ്തിട്ട് 5 ആഡ് ചെയ്യണതും സെയിം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിൽ x + y ഒന്നിച്ചെടുക്കുകയാണ്. ഈ സെറ്റിനെ രണ്ടാമത് ആഡ് ചെയ്തു.
കാരണം എന്താ അതിന് റീസൺ ചോദിച്ചാൽ പറയാനുള്ളത് റിയൽ നമ്പർ ആയതുകൊണ്ടാണ് നമുക്കങ്ങനെ എടുക്കാൻ പറ്റുന്നത്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ എഴുതി. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ എലമെൻറ്റിന് നമുക്ക് ഒരു ബ്രാക്കറ്റിൽ കൊടുത്താൽ എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ ആദ്യത്തെ എലമെൻറ്റ്, പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇസഡ് കോമ ഇസഡ്. ദെയർഫോർ നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് യു പ്ലസ് വി ആണ്, പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എന്തുവാണ്, ഡബ്ല്യു ആണ്. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയണതെന്ന് എനിക്കറിയാം, കാരണം നമ്മൾ ആദ്യത്തെ രണ്ട് പ്രോബ്ലം കുറച്ച് ലെങ്തി സമാധാനമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ നോക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങളെ നമുക്കിത് യൂസ് ആവത്തുള്ളേ. അപ്പം എൻ്റെ 8th പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കുകയാണ്. സോ ആൽഫ ഡോട്ട് ബീറ്റ ഡോട്ട് യു ഇസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് ബീറ്റ ഡോട്ട് യു എന്ന് പറയുന്നത് എന്തുവാണ്, എക്സ് കോമ എക്സ്. ബീറ്റ അകത്തേക്ക് കൊടുക്കുമ്പോൾ രണ്ട് ടേമിലും സെപ്പറേറ്റ് ആൽഫ അകത്തേക്ക് കൊടുക്കുന്നപ്പോൾ ആൽഫ എക്സ് കിട്ടുന്നതുപോലെ ഇവിടെ ബീറ്റ എക്സ് കോമ ബീറ്റ എക്സ് എന്ന് എഴുതാം അല്ലേ. ഇനി ആൽഫ ഡോട്ട് ഉള്ളത് കാരണം ഈ ആൽഫേനെ കൂടെ അകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ വരും, ആൽഫ ബീറ്റ എക്സ് കോമ ആൽഫ ബീറ്റ എക്സ് എന്ന് വരും. നമ്മളെ സംബന്ധിച്ച് ഈ ആൽഫ ബീറ്റ ഈ ബ്രാക്കറ്റിനകത്ത് കോൺസ്റ്റൻ്റ് ആണ്, അത് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പക്ഷേ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുമ്പം ഇവിടെ ചെയ്തതുപോലെ പുറത്ത് ഡോട്ടാണ് വരേണ്ടത്. ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുമ്പം ആൽഫ ബീറ്റ ഒന്നിച്ച് എഴുതുക, ഡോട്ട് ബ്രാക്കറ്റിനകത്ത് എക്സ് കോമ എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഡോട്ട് യു എന്ന് വന്നു. സോ ബ്രാക്കറ്റ് ചേഞ്ച് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഏതിലൊക്കെ ചെക്ക് ചെയ്തു, ബ്രാക്കറ്റ് ചേഞ്ച് വന്നപ്പോൾ ഒരു വ്യത്യാസവും വന്നില്ല. ഏതിലൊക്കെ അഡീഷനും വന്നില്ല, മൾട്ടിപ്ലിക്കേഷനും വന്നില്ല. സോ നമുക്കിനി ഒരു പ്രോപ്പർട്ടി കൂടെ ബാക്കി ചെക്ക് ചെയ്യാനുള്ളൂ. ആ പ്രോപ്പർട്ടി ഏതാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കഴിഞ്ഞ് അടുത്ത് ചെക്ക് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രോപ്പർട്ടി 9th one. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ ഡോട്ട് യു ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ഡോട്ട് യു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ എക്സ് കോമ എക്സ്. ആൽഫ പ്ലസ് ബീറ്റ അകത്തേക്ക് പോകുമ്പം ഓരോ ടേമിൻ്റെ കൂടെയും ആൽഫ പ്ലസ് ബീറ്റ ഇതുപോലെ വരും, എക്സ് കോമ ആൽഫ പ്ലസ് ബീറ്റ എക്സ്. ഉണ്ടോ, നമുക്ക് ഈ എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ, കാരണം ഇവിടെ ഇപ്പോൾ ഡോട്ട് അല്ലല്ലോ, അപ്പോൾ അകത്തേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും, ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് കോമ ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് അകത്തേക്ക് വരുമ്പോൾ എക്സ്. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് പ്ലസിൻ്റെ മുന്നേ ഉള്ള ടേമിൽ നമുക്ക് ഒന്നിച്ച് എഴുതാം. അപ്പം ആൽഫ എക്സ് കോമ ഇവിടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ആൽഫ എക്സ് പ്ലസ് എടുത്ത് നോക്കിയേ അടുത്ത ബ്രാക്കറ്റിനകത്ത് ബീറ്റ എക്സ് കോമ ബീറ്റ എക്സ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ മാറ്റി ഇരുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നോക്കിക്കുക, ആൽഫ പുറത്തേക്ക് എടുക്കുമ്പം ആൽഫ ഡോട്ട് ബ്രാക്കറ്റിനകത്ത് എക്സ് കോമ എക്സ് പ്ലസ് ഇവിടുന്ന് ബീറ്റ പുറത്തേക്ക് എടുക്കുമ്പം ബീറ്റ ഡോട്ട് ബാക്കി എന്താണ് എക്സ് കോമ എക്സ്. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഡോട്ട് ഇടാൻ മറന്നു വരുന്നത്, അത് കുഞ്ഞുങ്ങൾ പൊതുവെ മറക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നത്. സോ ഇത് ആൽഫ ഡോട്ട് എന്തായി എക്സ് കോമ എക്സ് എന്ന് പറയുന്നത് യു ആണ്, പ്ലസ് ബീറ്റ ഡോട്ട് എക്സ് കോമ എക്സ് എന്ന് പറയുന്നത് യു. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഡോട്ട് യു എന്ന് പറയുന്നത് യു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് രണ്ട് പേർക്കും പ്രത്യേകം വന്നു ഡോട്ട് പ്രോഡക്റ്റ് ഇട്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് കണ്ടീഷനായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്തുവാണ്, ആൽഫ ഡോട്ട് യു പ്ലസ് വി. വെക്റ്റർ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് അതിനകത്ത് ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് യു പ്ലസ് വി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ എഴുതി വെച്ചിരിക്കണം. എന്തുവാണ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആൽഫ അകത്തേക്ക് പോകുമ്പോൾ ഇതെങ്ങനെ വരും, ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ കോമ ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു. കണ്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിയാൽ ഈ ആൽഫ ഓരോ ടേമിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ എന്ന് വരത്തില്ലേ, അതാണ് ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ. ആ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ്, കോമ ആൽഫ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൽഫ വൈ എന്നായി.
നമുക്ക് ആദ്യത്തെ ടേമിനെല്ലാം ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതാം. ആദ്യത്തെ ടേമിന് ഒരു ബ്രാക്കറ്റിനകത്തും രണ്ടാമത് വരുന്ന ടേമിന് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എഴുതാം. ആദ്യത്തെ ടേം ഏതൊക്കെയാണ്? ഇവിടെ ആൽഫ എക്സ്, ഇവിടുത്തെ ടേം ആണെങ്കിൽ കോമ ആൽഫ എക്സ്. രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പം ഈ പ്ലസ് ഇട്ട് രണ്ടാമത്തെ ടേം ആൽഫ വൈ ആണ്. സോ ഇതിൽ ആൽഫ വൈ കോമ ആൽഫ വൈ. പരീക്ഷയ്ക്ക് പോയിട്ട് ഇതുപോലെ കളർ മാറ്റിയൊന്നും എഴുതിയേക്കില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും കോൺസ്റ്റൻറ്റിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ കളറിങ്ങനെ മാറ്റി എഴുതുന്നതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ, ഈ ആൽഫ എക്സ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ആൽഫ പുറത്തേക്ക് എടുക്കാം. മറക്കാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? ആൽഫ ഡോട്ട് ബ്രാക്കറ്റിനകത്ത് എക്സ് കോമ എക്സ് പ്ലസ് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് ആൽഫ പുറത്തേക്ക് എടുക്കുമ്പം ആൽഫ ഡോട്ട് ബ്രാക്കറ്റിനകത്ത് വൈ കോമ വൈ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് എക്സ് കോമ എക്സ് എന്ന് പറയുന്ന യു ആണ് പ്ലസ് ആൽഫ ഡോട്ട് വൈ കോമ വൈ എന്ന് പറയുന്ന വി. അതായത് ആൽഫ ഡോട്ട് യു പ്ലസ് വി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആൽഫ ഡോട്ട് യു പ്ലസ് ആൽഫ ഡോട്ട് വി എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തു. എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore വി ഈസ് എ വെക്റ്റർ സ്പേസ്. വി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ് അണ്ടർ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അണ്ടർ അഡിഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അണ്ടർ അഡിഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതാൻ മടിയുള്ളവർക്ക് വി ഈസ് എ വെക്റ്റർ സ്പേസ് അണ്ടർ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് നിർത്തിയാലും മതി. സോ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ തന്നത്. ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിനകത്ത് വർക്കൗട്ട് അല്ല, എക്സസൈസിനകത്തുള്ള. അപ്പം ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്നത് വി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് കോമ എക്സ് ബൈ 2 സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ എന്താ കുഞ്ഞുങ്ങളെ വ്യത്യാസം? എക്സ് കോമ എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ വി എന്ന് പറയുന്ന സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റ് എങ്ങനെയാണ്? 1 കോമ 1/2 കോമ ഇവിടെ എന്ത് വരുമോ അതിൻ്റെ പകുതിയാണ് എടുത്തത്. സോ 3 കോമ 3/2 കണ്ടോ? ഇവിടെ 7 ആണെങ്കിൽ 7 കോമ 7/2. ഇവിടെ 2 ആണെങ്കിൽ 2 കോമ 2/2. 2 കോമ 2/2 എന്ന് പറഞ്ഞാൽ 2 കോമ 1 ആയിട്ട് വരും. സോ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണെങ്കിൽ 0 കോമ 0/2 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്. ഇത് വെക്റ്റർ സ്പേസ് ആണോ അല്ലേ? തീർച്ചയായിട്ടും ഇത് വെക്റ്റർ സ്പേസ് ആണ്. ഞാൻ അടുത്ത പ്രോബ്ലം ഇത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കരുത്, നോക്കിയേ. ആകെ ഇവിടെ എക്സ് കോമ എക്സ് ബൈ 2, വൈ കോമ y/2, ഡബ്ല്യു എന്ന് പറയുന്നത് ഇസഡ് കോമ z/2. ഇവിടെ എഴുതുമ്പോഴും എക്സ് കോമ എക്സ് ബൈ 2 പ്ലസ് വൈ കോമ y/2 ആഡ് ചെയ്യുമ്പം എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് y/2 എന്നുള്ള ഫോമിൽ വരും. ഞാൻ ഹിൻഡ് പറഞ്ഞു തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. തനിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പ്രോബ്ലം തനിച്ച് ചെയ്യുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എക്സ്പ്ലനേഷൻ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. തനിച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി വെച്ചേക്കുവാണേ. സെറ്റ് എക്സ് കോമ എക്സ് ബൈ 2 സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. അപ്പോഴേ ഇതിനകത്ത് നമുക്ക് സെറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ സെറ്റ് എടുത്ത് എഴുതണം. നമ്മളാകെ എന്ത് മാത്രം എഴുതിയാൽ മതി? ലെറ്റ് യു കോമ വി കോമ ഡബ്ല്യു, ഇത് നമുക്ക് വി എന്ന് വിളിക്കാം. ഓക്കെ, വി കോമ ഡബ്ല്യു ബിലോങ്സ് ടു വി ആൻഡ് ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു ആർ എന്ന് നമ്മൾ ആദ്യം എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചൂസ് ചെയ്ത് യുവും വിയും ഡബ്ല്യുവും കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ്. സംശയമുള്ളവർക്ക് ആ പ്രോബ്ലം ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ യു എന്ന് പറഞ്ഞാൽ എക്സ് കോമ എക്സ് എന്ന് എടുത്തെങ്കിൽ ഇവിടെ എക്സ് കോമ എക്സ് ബൈ 2, വി എന്ന് പറയുന്നത് വൈ കോമ y/2, ഡബ്ല്യു എന്ന് പറയുന്നത് ഇസഡ് കോമ z/2. ഞാനിങ്ങനെ ഫുൾ എഴുതി വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ട് അതേപോലെ എക്സ് ബൈ 2 എന്ന് വന്നുകൊണ്ടാണ് ഞാനിത് അതേ ക്വസ്റ്റ്യൻ അല്ലേ എന്തിനാണ് ഞാൻ വെറുതെ സമയം കളയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് എതിർപ്പുണ്ട് ഞാൻ എഴുതി തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ പഠിപ്പിക്കാം. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ യുവും വിയും ഡബ്ല്യു എടുത്ത് എഴുതി. അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യും. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തുവാണ്? യു പ്ലസ് വി എന്ന് പറഞ്ഞ് കിട്ടുന്ന എലമെൻറ്റ് ഈ സെറ്റിലെ എലമെൻറ്റ് എന്നിരിക്കണം. ഈ സെറ്റിലെ എലമെൻറ്റ് പ്രത്യേകത ഞാൻ പറഞ്ഞു. ആദ്യത്തെ എലമെൻറ്റ് എന്താണോ വരുന്നത് അതിൻ്റെ പകുതിയാണ് തൊട്ടടുത്ത് വരേണ്ടത്. സോ യു എന്ന് പറയുന്നത് എക്സ് കോമ എക്സ് ബൈ 2 ഞാൻ അവിടെ എഴുതി. പ്ലസ് വി എന്ന് പറയുന്നത് നോക്കിക്കേ വൈ കോമ y/2 എന്ന് എഴുതി. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ആദ്യത്തെ എലമെൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. അതായത് എക്സും വൈയും ആഡ് ചെയ്തിട്ട് എക്സ് പ്ലസ് വൈ കോമ എക്സ് ബൈ 2 പ്ലസ് y/2 അതാണ് രണ്ടാമത് വരുന്നത്. ആദ്യത്തെ എലമെൻറ്റ് എക്സ് പ്ലസ് വൈ, രണ്ടാമത് എക്സ് ബൈ 2 പ്ലസ് y/2. ഈ എക്സ് ബൈ 2 പ്ലസ് y/2ൻ്റെ പ്രത്യേകത എന്താ? എക്സ് പ്ലസ് വൈ കോമ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ് പ്ലസ് y/2 എന്ന് എഴുതി കൂടി. അപ്പോൾ ആദ്യം വന്ന എലമെൻറ്റിൻ്റെ പകുതിയാണ് രണ്ടാമത് വന്ന എലമെൻറ്റ്. കണ്ടോ? എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് y/2. അങ്ങനെ വന്നാൽ അത് ഉറപ്പായിട്ടും ഈ വി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ളതാണല്ലോ, ബിലോങ്സ് ടു വി. സോ ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ എന്ന് കിട്ടി. ഇനി ആൽഫ ഡോട്ട് യു ഈസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് എക്സ് കോമ എക്സ് ബൈ
2. നമ്മൾ ആൽഫ അകത്തേക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ ആൽഫ എക്സ് കോമ ആൽഫ എക്സ് ബൈ 2 എന്ന് വരും. ആൽഫ എക്സ് ആണ് ഫസ്റ്റ് എലമെൻറ്റ്, അതിൻ്റെ പകുതിയാണ് രണ്ടാമതുള്ള ആൽഫ എക്സ് ബൈ 2. സോ അതും എവിടെത്തേതാണ്? ഈ വെക്റ്റർ സ്പേസിനകത്തുള്ള എലമെൻ്റ് ആണ്. സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു അണ്ടർ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് 0+u അല്ലെങ്കിൽ u+0 എന്നാണ് എടുക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 0, 0യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 0/2 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. പ്ലസ് u എന്ന് പറയുന്നത് x, x/2. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 0 + x എന്താ? x. 0 + x/2 എന്ന് പറയുന്നത് x/2. അപ്പോൾ u തന്നെ കിട്ടിയില്ലേ? 0 + u = u എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 1 × u = u കിട്ടുമെന്ന് നോക്കാം. 1 × uവിൻ്റെ സ്ഥാനത്ത് x, x/2. 1 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ x, x/2 തന്നെ, ചേഞ്ച് ഒന്നുമില്ല, u തന്നെ കിട്ടുന്നു. അപ്പം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എവിടെയൊക്കെ? അഡിഷനിലും സംഭവിക്കുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷനും സംഭവിക്കുന്നുണ്ട്. സോ നമ്മുടെ 4 പ്രോപ്പർട്ടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സിലോട്ട് പോകാം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? -u + u = 0 എന്ന് കിട്ടണം. അപ്പോൾ നമുക്കിവിടെ u എന്ന് പറയുന്നത് x, x/2 എന്നുണ്ട്. ആൻസർ 0, 0 എന്ന് കിട്ടണം. x, x/2ൻ്റെ മൈനസ് ഇടുകയാണെങ്കിൽ -x, -x/2. നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ ഒരു എലമെൻറ്റ് എടുക്കുമ്പം ആ എലമെൻറ്റ് ഈ സെറ്റിനകത്ത് വരുമോ? തീർച്ചയായിട്ടും വരും. x, x/2 എന്ന് പറഞ്ഞിട്ട് x r എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. r എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ഫ്രാക്ഷൻ ആവാം, അല്ലേ, റൂട്ട് വരാം, എന്ത് വന്നാലും നമുക്ക് പ്രശ്നമില്ല, അത് 6 തന്നെയാണ്. നമുക്ക് എന്താവാൻ പറ്റില്ല, കോംപ്ലക്സ് നമ്പർ i ഉള്ള നമ്പറൊന്നും വരാൻ പറ്റില്ല. സോ ഇത് ഈ വീക്കകത്തുള്ള എലമെൻറ്റ് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഇൻവേഴ്സ് ഉണ്ട്. ഈ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നില്ലേ? അതാണ് -u + u എന്ന് പറഞ്ഞിട്ട് യുവിൻ്റെ u എന്താണോ അതിൻ്റെ നെഗറ്റീവ് സൈൻ ഇട്ടിട്ടാണ് ഞാനിവിടെ -u എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0, 0 എന്ന് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ് ആദ്യമേ നോക്കിയതുകൊണ്ട് സാധാരണ നമ്മൾ അസോസിയേറ്റീവാണ് ചെക്ക് ചെയ്യാറ്, പക്ഷേ ഇവിടെ ഇൻവേഴ്സ് ഫസ്റ്റ് ചെക്ക് ചെയ്തത്. ഇനി കമ്മ്യൂട്ടേറ്റീവ് സൈഡിൽ ഇവിടെ വെറുതെ കിടക്കുകയില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി വെച്ചതാണ്. u + v = v + u എന്ന് എഴുതണം. എന്ത് എളുപ്പമാണ്? u + v ഇവിടെ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. x + y, x + y/2 ആണ്. ഓക്കെ, നമുക്ക് റിയൽ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ a + b എന്ന് വന്നാലും b + a എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് അറിയാം. 1 + 2 2 + 1 സെയിം ആണെന്ന് അറിയാമെന്നുള്ളത് കാരണം x + y-ന് നമ്മൾ y + x എന്ന് എഴുതി. x + y/2നെ y + x/2. അതായത് y, y/2ഉം പ്ലസ് x, x/2. ആ സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ y, y/2 പ്ലസ് x, x/2 എന്ന് എഴുതണം എന്നുള്ളവർക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് y, y/2 v ആണ്, x, x/2 u ആണ്. അത് ഇഷ്ടമുള്ളൊരു എഴുതിയാൽ അത് ഇത് എഴുതണം നിർബന്ധമില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് മിക്ക ക്വസ്റ്റ്യനും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? u + v + w ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സോ ഞാൻ u + v + w = u + v + w എന്ന് പറയുന്നത് y, y/2 പ്ലസ് w എന്ന് പറയുന്നത് z, z/2. യുവിൻ്റെ സ്ഥാനത്ത് x, x/2 ഞാൻ എഴുതാൻ വിട്ടുപോയതാണ് നിങ്ങളെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ യുവിൻ്റെ സ്ഥാനത്ത് x, x/2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ഈ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യുമ്പം y + z-ഉം രണ്ടാമത് വരുന്ന ടേം y + z/2. ഇനി ഇവരെ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ എലമെൻറ്റ് ഇവിടുത്തെ x ആണ്, ഇവിടുത്തത് y + z. അത് മൂന്നുപേരെയും കൂടെ ആഡ് ചെയ്യുന്നപ്പം x + y + z കണ്ടോ. പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ് x/2ഉം ഇവിടെയുള്ള രണ്ടാമത്തെ എലമെൻറ്റ് y + z/2 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ x + y + z/2 എന്ന് എഴുതാം. അതായത് ഇവിടെ വന്ന എലമെൻറ്റിൻ്റെ പകുതിയാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വീക്കകത്തുള്ള ഇത് തന്നെയാണ്. ഇനി ബ്രാക്കറ്റ് മാറ്റിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് റിയൽ നമ്പേഴ്സിൻ്റെ റൂൾ അനുസരിച്ച് നമുക്കറിയാം. സോ ഈ ബ്രാക്കറ്റിനെ മാറ്റിയിട്ട് ഞാൻ x-നും y-ക്കും കൂടെ കൊടുത്തു. ആ സ്റ്റെപ്പിന് തൊട്ടടുത്ത സ്റ്റെപ്പ് എടുത്ത് എഴുതിയപ്പോൾ ഇതെന്തായി മാറി? ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആൾക്കാർ ആദ്യത്തെ ആൾക്കാർ x + y, x + y/2 എന്ന് എഴുതാം. പ്ലസ് z, z/2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഈ x + y, x + y/2 എന്ന് പറയുന്നത് എന്തുവാണ് നിങ്ങളെ സംബന്ധിച്ച്? അത് u + v ആണ്. നമ്മൾ നേരത്തെ അത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് രണ്ടാമത് കിടക്കുന്ന w ആണ്. അടുത്തിനി പറയാനുള്ളത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ അഡിഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ്. ദയവ് ചെയ്ത് ഇവിടെ നോക്കണ്ട, സ്വന്തമായിട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ ഞാനിവിടെ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കും ഇതുപോലെ കൺഫ്യൂഷൻ വരും. മറ്റേത് നമ്മൾ എഴുതി ശീലിക്കുകയാണെങ്കിൽ എത്രത്തോളം പ്രോബ്ലം ചെയ്ത് ശീലിക്കുകയോ അത്രയും നമുക്ക് ഇത് വെക്റ്റർ സ്പേസ് ഭയങ്കര ഈസിയാവും. ഓക്കെ, α.β.u = α.β.x, x/2. So this is equal to
നോക്കിയേ ആൽഫ ഡോട്ട് ബീറ്റ ഡോട്ട് യുവിൻ്റെ സ്ഥാനത്ത് എക്സ് കോമ എക്സ് ബൈ 2 എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ബീറ്റ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൽഫ ഡോട്ട് എക്സിൻ്റെ കൂടെയും ബീറ്റ വരുന്നുണ്ട്, എക്സ് ബൈ 2ൻ്റെ കൂടെയും ബീറ്റ വന്നു. അപ്പോൾ ഇവിടെ ഡോട്ട് നടുക്കിട്ടിട്ടില്ല, ബീറ്റ എക്സ് ബൈ 2 കണ്ടോ. അടുത്ത ആൽഫ കൂടെ അകത്തേക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും വരും, ആൽഫ ബീറ്റ എക്സും ആൽഫ ബീറ്റ എക്സ് ബൈ 2. അതായത് ഇവിടെയുള്ള ടേമിൻ്റെ ഹാഫാണ് ഇവിടെ വന്നത്, കറക്റ്റായി. ഈ ആൽഫ ബീറ്റേനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആൽഫ ബീറ്റ ഡോട്ട് എക്സ് കോമ എക്സ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഡോട്ട് യു. ബ്രാക്കറ്റ് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല. സോ മൾട്ടിപ്ലിക്കേഷനകത്തും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഡോട്ട് യു ഇസ് ഈക്വൽ ടു യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് കോമ എക്സ് ബൈ 2 കൊടുത്തു. ആൽഫ പ്ലസ് ബീറ്റ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുത്താൽ എക്സിൻ്റെ കൂടെയും ഈ എക്സ് ബൈ 2ൻ്റെയും കൂടെ വന്നു. അതാണ് അടുത്ത് കണ്ടോ. ആൽഫ പ്ലസ് ബീറ്റ എക്സിൻ്റെ കൂടെയും വന്നു, ആൽഫ പ്ലസ് ബീറ്റ എക്സ് ബൈ 2ൻ്റെയും കൂടെ വന്നു. കാരണം അത് കോൺസ്റ്റൻറ്റാണ്. ഇവിടെ പക്ഷേ ഡോട്ട് ഇടേണ്ട കാര്യമില്ലേ. എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് കോമ ആൽഫ എക്സ് ബൈ 2 പ്ലസ് ബീറ്റ എക്സ് ബൈ 2 എന്ന് വന്നു. നമുക്ക് ഇവിടെ സമ്മിൻ്റെ മുന്നേ ഉള്ള ഈ പാർട്ടുകൾ രണ്ടിനെയും ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതാം അല്ലേ. അപ്പോൾ അതവിടെ ചെയ്തുകൊണ്ട് ആൽഫ എക്സ് കോമ ആൽഫ എക്സ് ബൈ 2. രണ്ടാമത് കിടക്കുന്ന ഈ ബീറ്റ എക്സും ബീറ്റ എക്സ് ബൈ 2ഉം രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എഴുതി. പ്ലസ് നടുക്കിട്ടു കണ്ടോ, ഈ പ്ലസ് ആണ് നടുക്കിട്ടേക്കുന്നത്, ഈ പ്ലസ് ഇട്ടു. ഇനി നോക്കി കുഞ്ഞുങ്ങളെ, ഈ ആൽഫ എക്സ് കോമ ആൽഫ എക്സ് ബൈ 2ന് ആൽഫ കോമൺ ആണ്. സോ അതിനെ പുറത്തേക്ക് എടുക്കാം. ബട്ട് പുറത്തേക്ക് ഒരു കോൺസ്റ്റൻ്റ് എടുത്താൽ ഡോട്ട് ഇടാൻ മറന്നു പോരുത്, ആൽഫ ഡോട്ട് എക്സ് കോമ എക്സ് ബൈ 2. അതുപോലെ ഈ രണ്ടാമത്തേൽ ബീറ്റ പുറത്തേക്ക് എടുക്കുമ്പോൾ ബീറ്റ ഡോട്ട് എക്സ് കോമ എക്സ് ബൈ 2. ഇതിൽ എക്സ് കോമ എക്സ് ബൈ 2 എന്ന് പറയുന്നത് യു ആണ്. എവിടെയും എക്സ് കോമ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ യു ആണ്. സോ ഇതിൻ്റെ ആൻസർ ആൽഫ ഡോട്ട് യു പ്ലസ് ബീറ്റ ഡോട്ട് യു എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് പ്രോപ്പർട്ടി ആൽഫ ഡോട്ട് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് ആൽഫ ഡോട്ട് യു പ്ലസ് ആൽഫ ഡോട്ട് വി എന്നാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൽഫ ഡോട്ട് യു പ്ലസ് വി നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടിയിലുള്ളതാണ്. എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ ബൈ 2 ഞാൻ അവിടെ എഴുതി. ആൽഫ അകത്തേക്ക് പോകുമ്പം ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ കോമ ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 2. ആൽഫ സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നോക്കിയേ, ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ കോമ ആൽഫ എക്സ് ബൈ 2 പ്ലസ് ആൽഫ വൈ ബൈ 2 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യത്തെ ടേമിന് നമുക്കൊരു ബ്രാക്കറ്റിൽ എഴുതാം, ആൽഫ എക്സ് കോമ ആൽഫ എക്സ് ബൈ 2. രണ്ടാമത്തെ ടേമിന് ആൽഫ വൈ ബൈ 2 എന്നുള്ളത് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എഴുതി. ആദ്യത്തെ ടേമിൽ നിന്ന് ആൽഫ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൽഫ ഡോട്ട് എക്സ് കോമ എക്സ് ബൈ 2 പ്ലസ് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് ആൽഫ കോമൺ ആയിട്ട് എടുക്കുമ്പം ആൽഫ ഡോട്ട് വൈ കോമ വൈ ബൈ 2. എക്സ് കോമ എക്സ് ബൈ 2 എന്ന് പറയുന്നത് യു ആണ്, വൈ കോമ വൈ ബൈ 2 എന്ന് പറയുന്നത് വി ആണ്. സോ ഇത് ആൽഫ ഡോട്ട് യു പ്ലസ് ആൽഫ ഡോട്ട് വി എന്ന് പറഞ്ഞ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തു. സോ നമ്മുടെ എക്സ് കോമ എക്സ് ചെയ്ത് സെയിം ടൈപ്പിൽ തന്നെയാണ് ഈ എക്സ് കോമ എക്സ് ബൈ 2 വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആയത്, ഒരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കാണിച്ചിരുന്നത്. ഇനി ഇതേ ടൈപ്പിൽ തന്നെ ആറിനകത്ത് വരുന്ന ഇതേപോലത്തെ സെറ്റിൽ ആർ പവർ എന്നുള്ള ടപ്പിളിൽ വരുന്ന ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യനിൽ വെക്റ്റർ സ്പേസ് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.